മിക്കവരും റൊണാൾഡോനെ പരിഹസിക്കാറുണ്ട്. പെനാൾഡോ പുള്ളി കൂടുതൽ എന്തടിച്ചിട്ടുണ്ട്, പെനാൽറ്റി സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് കളിയാക്കുന്ന ഒരു സംഭവം എന്ത്, പെനാൾഡോ. ഫുട്ബോൾ കളിച്ചവനിക്കറിയാം, ഫ്രീ കിക്ക് എടുക്കുന്നതിനേക്കാളും ടെൻഷനാണ് പെനാൽറ്റി എടുക്കുക. ഗോളായ വാവ് ഗോളാകും, ഇല്ലെങ്കിലും കുറ്റമൊന്നുമില്ല, ഫ്രീ കിക്ക് അല്ലേ, ചിലപ്പോ തട്ടിപ്പോവും. പെനാൽറ്റി സ്കോർ ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാല് ഗോൾ കീപ്പർ മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ കളിച്ച എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ടെൻഷൻ ഫ്രീ കിക്ക് അടിക്കാനല്ല, പെനാൽറ്റി അടിക്കാനാണ്. പെനാൽറ്റി എന്തായാലും സ്കോർ ചെയ്യണം. ഞാൻ പെനാൽറ്റിക്ക് വേണ്ടി ബോൾ വെച്ച് തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോ എന്റെ മൈൻഡ് മൊത്തം പെനാൽറ്റി അടിച്ചില്ലെങ്കിൽ എന്താവും, പെനാൽറ്റി അടിച്ചില്ലെങ്കിൽ എന്താവും. ആൾക്കാർ പ്രശ്നമായി. ഇത് ചിന്തിച്ച് വളരെ നല്ല പ്ലേയേഴ്സ് പോലും ഉഗാണ്ടയിലേക്ക് അടിച്ചു കളയണ ബോള്. ആ സമയത്താണ് അയാൾ പറയണ, അയാൾ വന്ന് ബോളും വെച്ചിട്ട് കുട്ടുപോലെ മാറിയുന്നു. അയാള് നെർവും കൺട്രോൾ ചെയ്ത് സംഭവം സെറ്റായി. യു ആർ ദ ബെസ്റ്ററാ നീ കിടനായിട്ട് അടിച്ചിട്ടൂടാ എന്നുള്ള മൈൻഡില് അത് സ്കോർ ചെയ്യുന്നത്. കാരണം ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അയാൾക്ക് അറിയാം. അപ്പൊ അവിടെ പെനാൾഡോ എന്ന് പറഞ്ഞ് കളിയാക്കണവൻ ഒന്നില്ലെങ്കിൽ അവൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവില്ല. കളിച്ചവനിക്ക് ഒരിക്കലും അത് പറയാനും പറ്റൂല. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉള്ളവനിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കുള്ളൂ. അടിക്കും, ജയിക്കും, ഷർട്ടൂരി സെലിബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ കാണിക്കും, ആ സാധനം കാണിക്കും, റെഡി. അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്. എന്നിട്ട് അയാൾ അടിച്ചിട്ട് വന്നിട്ട് കാണിക്കും, അവിടെ നിൽക്കുന്നതേ ഞാൻ ഉണ്ട് കൂടാ വെയിറ്റ് ചെയ്യും. സാധനത്തിനാ പെനാൾഡോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മാറി നിൽക്കാൻ പറയേണ്ടി വരും. അയാൾക്കുള്ളത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഹൈ ആണ് അങ്ങേരുടെ. അതുകൊണ്ടാണ് ഇത്രയും കൺവേർഷൻ റേഷ്യോ.